ഈ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിൽ സൗബിൻ്റെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മരിക്കുമ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സൗബിൻ തൻ്റെ സഹോദരൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ കിളി മൊത്തം പോയിരിക്കുകയാണ്, എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന്. എൻ്റെ പണി പോലിരിക്കണം, ശരിക്കും കയ്യിൽ സൗബിൻ്റെ ഒരു കേസ് സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ, ഈ നമുക്കെപ്പോഴും ഗ്രീഫ് ഉണ്ടാവും. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഗ്രീഫ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരുപോലല്ല. നമ്മൾ കുട്ടികളായാലും ഒരു ടീനേജേഴ്സ് ആയാലും വാട്സപ്പ് സ്റ്റാറ്റസിലടക്കം മൂഡ് സ്വിങ്സ് ആണ്, ഡിപ്രഷനാണ്, അല്ലെങ്കിൽ സങ്കടമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഈ മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ ആ ഒരു വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. ഞാൻ അറിയണം, അതുപോലെ ലോകം അറിയണം എന്നുള്ളത് പണ്ട് തൊട്ടേ ഉണ്ട്. അത് മനുഷ്യരിൽ അത് ഇൻഹറൻ്റ് ആണ്. പൊതുവേ പുരുഷന്മാരുടെ ഇടയിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു കൺസെപ്റ്റും കൂടിയാണ്. അതായത് പുരുഷന്മാർ കരയാൻ പാടില്ല, പുരുഷന്മാർ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കരയുന്നതൊരു വീക്ക്നെസ് ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഞാനിതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പാർട്ട്ണറിനെ വിട്ടിട്ട് പോകുന്നില്ല. അതവർക്കറിയാം. ഈ നാർസിസിസം എന്ന് പറയുന്നത് ഇവർ പുറത്ത് കാണിക്കുന്ന ഒരു ഷീൽഡാണ്. ഇവരുടെ ഉള്ളിൽ കരയുന്നൊരു കുട്ടിയുണ്ട്. നമസ്കാരം. മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ വിജു വിൽസൺ ആണ്. നമസ്കാരം. നമസ്കാരം ഡോക്ടർ, നമുക്ക് പണ്ട് കാലത്ത് മനുഷ്യരായാലും അവർക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് കൂടുതലും നമ്മൾ കുട്ടികളായാലും ഒരു ടീനേജേഴ്സ് ആയാലും വാട്സപ്പ് സ്റ്റാറ്റസിലടക്കം മൂഡ് സ്വിങ്സ് ആണ്, ഡിപ്രഷനാണ്, അല്ലെങ്കിൽ സങ്കടമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഈ മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ ആ ഒരു വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. അത് ശരിക്കും ഒരു ട്രെൻഡായി മാറുകയാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ വെറുതെ ആളുകളെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് എന്താണ് അങ്ങനെ? നമുക്കൊരു ഇഷ്യൂ ഉള്ളപ്പം അത് ഞാൻ അറിയണം, അതുപോലെ ലോകം അറിയണം എന്നുള്ളത് പണ്ട് തൊട്ടേ ഉണ്ട്. അത് മനുഷ്യരിൽ അത് ഇൻഹറൻ്റ് ആണ്. പക്ഷേ സോഷ്യൽ മീഡിയ പോലത്തെ ഇപ്പോഴാണ് വരുന്നത് അതുപോലത്തെ സിസ്റ്റംസൊക്കെ. അപ്പം ഇന്ന് ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അത് ലോകത്തോട് വിളിച്ചറിയിക്കാനുള്ള പുതിയ പുതിയ അവന്യൂസ് വന്നതുകൊണ്ട് ആൾക്കാർ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 20 years ആയിട്ട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് റാൻഡമായിട്ടൊരു വാട്സപ്പോ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു പകുതി കൂടുതൽ ആൾക്കാരുടെ ഇങ്ങനെ സങ്കടപ്പെടുന്ന സ്റ്റാറ്റസുകളും ബ്രേക്കപ്പ് സ്റ്റാറ്റസുകളൊക്കെ കാണാൻ പറ്റും. അപ്പം അതിനെ നമുക്ക് പല രീതിയിൽ കാണാം. മേജറായിട്ട് ഒരു ഇഷ്യൂയിലൂടെ ഫേസ് ചെയ്യുന്ന ആൾ നോക്കുന്നത്, എനിക്കൊരു ഇഷ്യൂ ഉണ്ടാവുമ്പം അത് എനിക്ക് മറ്റുള്ളവരോട് പറയുമ്പം സംവെയർ ഐ എം ഫീലിംഗ് ബെറ്റർ, എന്നെ മറ്റുള്ളവരൊന്ന് കൺസിഡർ ചെയ്യുമ്പം, അല്ലെങ്കിൽ എൻ്റെ ഇഷ്യൂസിനെ മറ്റുള്ളവരൊന്ന് വാലിഡേറ്റ് ചെയ്യുമ്പം എനിക്കെന്തോ കിട്ടുന്നു എന്നൊരു ഫീലിംഗ് ആണ്. സോ കൂടുതലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനകത്തൊരു വിക്ടിമൈസേഷനുണ്ട്. പൊതുവേ ആൾക്കാരെല്ലാം വിക്ടിമൈസ് ചെയ്യാനൊരു സെൽഫ് വിക്ടിമൈസ് ചെയ്യാനൊരു ട്രെൻഡുണ്ട്. അതായത് എനിക്കെന്തോ ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ട്, ആൻഡ് ഐ വാണ്ട് ഓൾ ദ വേൾഡ് ടു സിമ്പതൈസ് വിത്ത് മീ. വെൻ അതേഴ്സ് ഫീൽ ബാഡ് ഫോർ മീ, ഐ ഫീൽ ഗുഡ് ഇൻ മൈ സെൽഫ് എന്നുള്ളതാണ്. സോ അത് കൂടുതലൊരു മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചെടുക്കുന്ന ഒരു അപ്രീസിയേഷനും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നൊരു വാലിഡേഷനുമാണത്. മനസ്സിലായി? ഇത് കൂടുതലും ഞാൻ എൻ്റെ റിസർച്ചിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് എനിക്ക് കിട്ടാതെ വരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇല്ലാത്തൊരു സംഭവമാണ് ഞാൻ പുറത്ത് അന്വേഷിച്ച് നടക്കുന്നത്. വാട്ട് ഐ ഡോണ്ട് ഹാവ് ഐ ട്രൈ ടു ഗെറ്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ എനിക്ക് സെൽഫ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ അർഹതപ്പെട്ട വാലിഡേഷൻ എനിക്ക് ചെറുപ്പം തൊട്ട് ഇന്നുവരെ കിട്ടിയില്ലെങ്കിലോ, എനിക്കത് പുറം ലോകത്തു നിന്ന് കിട്ടാനുള്ള ചാൻസസ് ഞാൻ കളയില്ല. I will make use of every opportunity where I get the validation I deserve. So it's all about what I deserve. എനിക്കത് കിട്ടിയേ മതിയാവൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അത് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസ് അവർ മുതലാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകമായിട്ട് ആളുകൾ പറയുന്നുണ്ട്, നമ്മളെ മൂഡ് എന്താണെന്ന് മനസ്സിലാക്കണ്ടെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസോ നോക്കിയാൽ മതി എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിൽ അത് നമുക്ക് ട്രെൻഡാണോ അല്ലെങ്കിൽ ഒറിജിനലി ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? കാരണം നമുക്കൊരു ഹെൽപ്പ് കൊടുക്കണമല്ലോ. ട്രെൻഡാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതൊരു ഓൺഗോയിങ് ട്രെൻഡ് തന്നെയാണ്.
അത് ഇടുന്നവർക്ക് ഒരു മെൻ്റൽ ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ്, ചിലർക്കതൊരു ഒരു മറ്റുള്ളവർ കാണുമ്പോൾ ഒരു സന്തോഷം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇതിലൊരു ശതമാനം ആൾക്കാർക്ക് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാവും. നമുക്കത് നമ്മുടെ ഒരു കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ള ഒരാൾക്കൊരു ഇഷ്യൂ ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കണ്ടിന്യൂസ് ഇതിട്ടുകൊണ്ട് പോകുമ്പോൾ സ്ഥിരമായിട്ടൊരു സങ്കടപ്പെടുത്തുന്ന സ്റ്റാറ്റസോ ബ്രേക്കപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ മറ്റുള്ളൊരു മനുഷ്യരെക്കുറിച്ച് അവരെ ഏതെങ്കിലും രീതിയിൽ ജഡ്ജ് ചെയ്യുന്ന ലെവലുള്ള സ്റ്റാറ്റസ് ആണെങ്കിൽ, ഇപ്പം ചില സ്ത്രീകളൊക്കെ കംപ്ലീറ്റ്ലി പുരുഷന്മാർക്ക് എഗൻസ്റ്റായിട്ട് സ്റ്റാറ്റസ് ഇടും, അല്ലെങ്കിൽ ചില പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ സ്ത്രീകൾ അതാണ് ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഇറ്റ് മീൻസ് ദറ്റ് അവരുടെ ഒരു പെർട്ടിക്കുലർ ജെൻഡറോടുള്ള അവരുടെ ഔട്ട്ലുക്കിൽ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് ദർ ഈസ് സം പോയിന്റ് ഓഫ് കൺസേൺ. അങ്ങനെ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഇവിടെ എന്തോ ഒരു കാര്യമായിട്ടൊരു ഇഷ്യൂ അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാറ്റസ് ഇടുന്ന ഫ്രണ്ട്സൊക്കെ നമുക്കുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കത് റീച്ച് ഔട്ട് ചെയ്യാം. ഈസ് എവറിത്തിങ് ഓക്കെ, എന്തെങ്കിലും സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ എം ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട് എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഓൺലി വേ. ലുക്ക് ഫോർ ദ കൺസിസ്റ്റൻസി. ഈ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിൽ സൗബിൻ്റെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മരിക്കുമ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ആളുകളുടെ മുന്നിൽ ഭയങ്കര ഓക്കെ ആയിട്ടിരിക്കുക, പക്ഷെ കരയാൻ പറ്റുന്നില്ല. എന്നിട്ട് സൗബിൻ തൻ്റെ സഹോദരൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ കിളി മൊത്തം പോയിരിക്കുകയാണ്, എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്ന്. എന്നിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നു. ആ ഒരു സമയത്താണ് അത്രയും ദിവസം അടക്കി പിടിച്ച ഒരു കരച്ചിൽ മുഴുവനായിട്ടും കരയുന്നത്. ആ സമയത്തും കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഏതൊരു സ്റ്റേജിലാണ് ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്? നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുക നമ്മളെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്, ഇനിയും നമ്മൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാവും എന്ന് തോന്നുന്നൊരു പോയിന്റ് എപ്പോഴാണ്? സൗബിൻ്റെ ഒരു കേസ് സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ, ഈ നമുക്ക് എപ്പോഴും ഗ്രീഫ് ഉണ്ടാവും. ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഗ്രീഫ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരുപോലെ അല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരു ഇഷ്യൂ വരുമ്പോൾ സ്ത്രീകൾ കുറച്ചുകൂടെ കരഞ്ഞ് എക്സ്പ്രസ് ചെയ്യും, പുരുഷന്മാരെപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന്. പൊതുവേ പുരുഷന്മാരുടെ ഇടയിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു കൺസെപ്റ്റും കൂടിയാണ്. അതായത് പുരുഷന്മാർ കരയാൻ പാടില്ല, പുരുഷന്മാർ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കരയുന്നതൊരു വീക്ക്നെസ് ആയിട്ട് കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റാണെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ നമ്മുടെ സങ്കടം എക്സ്പ്രസ് ചെയ്യുന്നതിൽ പുരുഷനോ സ്ത്രീന്നോ ഒന്നുമില്ല, അത് മനുഷ്യരാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്യും. മറ്റേത് മൃഗങ്ങൾ നോക്കിയാലും അവർക്ക് സങ്കടം വരുമ്പോൾ അവർ ഓരോ രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യരിലാണ് സ്ത്രീകൾ ഒരു സൈസ്, പുരുഷന്മാർ വേറെ സൈഡിൽ അങ്ങനെ കണ്ടുവരുന്നത്. അപ്പം പലരും ഗ്രീഫ് പ്രോസസ്സ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ചിലർ പെട്ടെന്ന് അത് കരയും, ചിലരത് കുറച്ചുകൂടെ അത് ഉള്ളിൽ സംഗ്രഹിച്ച് വെക്കും. അപ്പം നമ്മൾ ഗ്രീഫിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പം ഗ്രീഫ് തന്നെ പല സ്റ്റേജിലാണ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡിനൈ ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ, ഇല്ല ഞാൻ ഇപ്പം വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. നോ, അങ്ങനെ സംഭവിച്ചിട്ടില്ല, നിങ്ങൾ വെറുതെ പറയുക എന്ന് പറയും. ഗ്രീഫിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഡിനയലാണ്. ഡിനയൽ കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് അക്സെപ്റ്റൻസിലേക്കൊക്കെ വരുന്നത്. അപ്പം പിന്നെ ഈ സമൂഹത്തിൻ്റെ ഒരു റീസ്ട്രക്ചറിങ് ഉണ്ട്. പുരുഷന്മാർ കരയില്ല, കരഞ്ഞാൽ അത് നിങ്ങളുടെ വീക്ക്നെസ് ആയിട്ട് കാണും എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെ പുരുഷന്മാരുടെ ഉള്ളിൽ ഇത് ഇൻഗ്രെയിൻഡ് ആണ്. അപ്പോൾ അവർ മാക്സിമം ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ഗ്രീഫ് അതിന് വെൻ്റ് ഔട്ട് ചെയ്താലേ പറ്റും. അപ്പോൾ അത് വെൻ്റ് ഔട്ട് ആകുന്നതിന് വരെയും അവരങ്ങനെ പിടിച്ചു നിർത്തി പിന്നെ ഒരു ഇവൻ്റ് ആകുമ്പോൾ അവർക്ക് അവരുടെ ലൈഫ് തന്നെ റൂട്ട് മാറിപ്പോകുന്നല്ലോ അവർക്ക് തോന്നും. അപ്പം ഈ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് ഇപ്പം ഗ്രീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ സങ്കടം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഗ്രീഫുമായിട്ട് വളരെ സ്ട്രോങ് ഗ്രീഫ് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ആ ഗ്രീഫ് റിലീസ് ചെയ്യാനുള്ള തെറാപ്പികളൊക്കെ ഉണ്ടെന്ന് ഇഷ്ടം പോലെ. പിന്നെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ ഭാഗം ആൻസർ ചെയ്യാനുണ്ടെങ്കിൽ, നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫ് നമ്മുടെ കൺട്രോളിലാണെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അപ്പം എൻ്റെ ലൈഫിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോൾ പോകുന്നു അന്നേരം ഞാനല്ലാതായി മാറുകയാണ്. ആ ഒരു പോയിന്റിലാണ്, അതായത് ഐ ആം നോട്ട് ഇൻ കൺട്രോൾ ഓഫ് മൈ ലൈഫ് എനിമോർ. ആ പോയിന്റിലാണ് നമ്മൾ ഒരു മെൻ്റൽ ഹെൽത്ത് തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ ആ പോയിന്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ആരും ഓക്കെ എനിക്കൊരു ചെറിയ വിഷമമുണ്ടായി ഞാനിന്ന് പോയി അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ കുറവാണ്. കൂടുതൽ പേരും അതവിടെ വെയിറ്റ് ചെയ്ത് അതിനെ ഊതിപ്പിടിപ്പിച്ച് അവസാനം കയ്യിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് സൈക്കോളജിൻ്റെ അടുത്തേക്ക് പോകുന്നത്. സോ ദ മൊമെൻറ്റ് ഐ ഫീൽ ദാറ്റ് ഐ കനോട്ട് കൺട്രോൾ മൈ ലൈഫ് എനിമോർ,
ആ പോയിൻ്റാണ് ആൾക്കാർ തെറാപ്പിയിലേക്ക് സ്വിച്ച് ചെയ്ത പോയിന്റ്. നേരത്തെ നമ്മൾ സെൽഫ് വാലിഡേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് നമുക്ക് ചെറുപ്പത്തിൽ എന്ത് കിട്ടിയില്ല അതാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആളുകളിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയും അതുപോലെയാണല്ലോ. അതായത് നമുക്ക് ചെറുപ്പത്തിൽ ഈ പാസ്റ്റ് ട്രോമാസ്, ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ ആ ഒരു ഇൻസിഡൻസ് ആണ് നമ്മൾ എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പല ക്രിമിനൽസിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാലും അവർ പറയും, ഇപ്പം നമ്മൾ സിനിമയിലായാലും കാണുന്നില്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അവർക്കുണ്ടാവും, അവരുടെ കുട്ടിക്കാലം വളരെ മോശമായിരിക്കും. ശരിക്കും ഈ ചൈൽഡ്ഹുഡ്, നമ്മളെ കുട്ടിക്കാലം എത്രത്തോളം നമ്മളെ ഷേപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഫ്രോയിഡിൻ്റെ തിയറികളിൽ പറയുന്നത്, നമ്മുടെ ഫ്രോയിഡ് എന്നല്ല ഏതൊരു സൈക്കോളജിസ്റ്റ് നോക്കിയാലും ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം തന്നെയാണ്. സൈക്കോ അനാലിസിസ് തിയറികളൊക്കെ നോക്കിയാലും യുവർ ചൈൽഡ്ഹുഡ് ഷേപ്സ് എവറിത്തിങ്. നമ്മുടെ ലൈഫിൻ്റെ എന്ത് ഇഷ്യൂ നോക്കിയാലും അത് നമ്മൾ പുറമോട്ട് റിഗ്രസ് ചെയ്ത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ ഇഷ്യൂവിൻ്റെ ആൻസർ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവും എന്നാണ് സൈക്കോ അനാലിസിസ് തിയറികൾ പറയുന്നത്. ഇപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡൊക്കെ അതിൽ പെട്ടവരാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഇല്ലാത്തത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടാതെ വന്നത്, അതാണ് നമ്മൾ മറ്റുള്ളവരിൽ അന്വേഷിക്കുക. അപ്പം ചെറുപ്പത്തിൽ എനിക്ക് കിട്ടാതെ വന്ന വാലിഡേഷൻ, ഇപ്പം നമ്മൾ ഈ സൈക്കോ തെറാപ്പികളൊക്കെ എടുത്ത് നോക്കിയാൽ ഈ മനുഷ്യർക്ക് സെൽഫ് വർത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ എനിക്ക് കൊടുക്കുന്ന വാല്യൂ, പിന്നെ സെൽഫ് ഇമേജ് ഉണ്ട്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള ഇമ്പ്രഷൻ. നമ്മുടെ സെൽഫ് ഇമേജിനെ ഡിസൈഡ് ചെയ്യുന്നത് ചെറുപ്പം മുതൽ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് തന്ന അംഗീകാരമാണ്. ആ അംഗീകാരമാണ് നമ്മളെ ഞാനെന്ന കൺസെപ്റ്റ്, ഞാനെന്ന ഐഡൻറ്റിറ്റി ഡിഫൈൻ ചെയ്യാൻ എന്നെ സഹായിക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടേണ്ട അംഗീകാരം എനിക്ക് കിട്ടാതെ വരുമ്പോൾ വാട്ട് ഐ ആം മൈസെൽഫ് ടുഡേ ഈസ് നോട്ട് വാട്ട് ഐ എം സപ്പോസ് ടു ബി. അതായത് എനിക്ക് എന്നെക്കുറിച്ചുള്ള സെൽഫ് ഇമേജ് കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആണ്. സോ ആ സെൽഫ് ഇമേജ് ശരിയാക്കണമെങ്കിൽ എനിക്ക് കിട്ടാതെ വന്ന വാലിഡേഷൻ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയാലേ പറ്റും. ആ പിടിച്ചു വാങ്ങുന്നതിൻ്റെ ഭാഗമാണ് ദാറ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഐ ഷുഡ് ബി അപ്രീഷിയേറ്റഡ്, ഐ ഷുഡ് ബി വാലിഡേറ്റഡ്, ഐ ഷുഡ് ബി അക്സെപ്റ്റഡ്. അപ്പം അത് കിട്ടുന്നതിനും വരെ അവരതിനുവേണ്ടി പൊരുതിക്കൊണ്ടേയിരിക്കും. ഇപ്പം റിലേഷൻഷിപ്പിലായാലും ഇപ്പം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളവർ, ഇപ്പം ദാറ്റ്സ് എ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, നമ്മളിന്ന് ഒത്തിരി കേട്ട് വരുന്ന ഒരു ഡിസോർഡർ. അപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഒത്തിരി വാലിഡേഷൻ സീക്കിംഗ് ആണ് അവർ. അപ്പോൾ അവർ നോക്കുന്ന അവരുടെ റിലേഷൻഷിപ്പിൽ അവരുടെ പാർട്ട്നേഴ്സ് അവരെ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടോ, അവരെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നോക്കും. അപ്പം അത് കിട്ടാതെ വരുമ്പം ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കൺസെപ്റ്റ് വരും. അപ്പോൾ അവർക്കൊരു ടെൻഡൻസി ഉണ്ട് ദാറ്റ് അവർ പലപ്പോഴും റിലേഷൻഷിപ്പ് ജമ്പ് ചെയ്യാൻ നോക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ പോലെ ഡിസോർഡേഴ്സിൽ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ കാരണം എനിക്ക് ഞാൻ അർഹിക്കുന്ന വാലിഡേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് മനുഷ്യരിൽ എല്ലാവരും സ്പ്രെഡ് ഔട്ടാണ്. വി ആർ ഓൾ അറ്റൻഷൻ സീക്കിങ് ഇൻ എ വേ. നമുക്ക് എല്ലാവർക്കും വാലിഡേഷൻ വേണം. ഈ നമ്മളീ പറഞ്ഞു വരുമ്പോൾ വാലിഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞൊരു മോശമായ കാര്യമല്ല. വി നീഡ് ഇറ്റ്. നമ്മുടെ സെൽഫ് ഐഡൻറ്റിറ്റിക്ക് ഇമ്പോർട്ടൻ്റാണ് മറ്റുള്ളവരുടെ വാലിഡേഷൻ. അത് പക്ഷേ കിട്ടേണ്ടതായ ഡോസുകളുണ്ട്. അത് ദാറ്റ് ഓൾ കംസ് ഫ്രം ചൈൽഡ്ഹുഡ്. ഇതുകൊണ്ടാണ് പേരൻറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നല്ല എഫക്റ്റീവ് പേരൻറ്റിംഗ് ആണ് ഒരു കുട്ടിയെ നല്ലൊരു അഡൾട്ടായിട്ട് അല്ലെങ്കിൽ നല്ലൊരു സിറ്റിസണായിട്ട് തിരിക്കാൻ കാരണം അവർക്ക് കിട്ടിയൊന്ന് നല്ല പേരൻറ്റിംഗ് ആണ്. സോ പേരൻറ്റിംഗ് ഇഷ്യൂ എവിടെ വരുന്നോ സം ഫോം ഓഫ് ഇഷ്യൂ ആ കുട്ടിയിൽ വളർന്നു വരുമ്പോൾ കണ്ടുവരും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ വാലിഡേഷൻ സീക്കിങ്ങും അറ്റൻഷൻ സീക്കിങ്ങും. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ. റിലേഷൻഷിപ്പിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഉണ്ടാവുക. ചില റിലേഷൻഷിപ്പിലെങ്കിലും നമ്മൾ ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ കാണാറുണ്ട്. പക്ഷേ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർക്ക് മനസ്സിലാവില്ല ഇവർ നാർസിസിസ്റ്റ് ആണെന്ന്. ചിലപ്പോൾ ഈ ആളുകൾക്ക് തന്നെ അറിയോ ഇവർ നാർസിസിസ്റ്റ് ആണ് എന്ന്. നാർസിസിസ്റ്റുകൾക്ക് അവരുടെ ഒരു നാർസിസ്റ്റിക് ഐഡൻറ്റിറ്റി അറിയണം നിർബന്ധമില്ല. മോസ്റ്റ് ഓഫ് ദ കേസ് ദേ മേ നോട്ട് നോ. അപ്പോൾ നാർസിസ്റ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി അവർക്കൊരു സെൻസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി ഉണ്ട്. അതായത് ഞാനൊരു ഗ്രാൻഡായിട്ടൊരു വ്യക്തിയാണ്, എനിക്ക് ഈ ലോകത്തിലെ എല്ലാം അർഹതപ്പെട്ട ആളാണ്. നാർസിസ്റ്റ് ചിന്തിക്കുന്നത് ഐ ആം ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. അപ്പം എല്ലാം ബാക്കിയുള്ളവരെല്ലാം ഈ സമൂഹവും രാജ്യങ്ങളും എല്ലാം എന്നെ സേവിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാണ്. സോ ഐ ഡിസർവ് ദ വേൾഡ് എന്നല്ല, ദ വേൾഡ് ഡിസേർവ്സ് മീ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ. അപ്പം അവർക്ക് മറ്റുള്ളവർ എന്ത് തിങ്ക് ചെയ്യുന്നോ മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യുന്നൊന്നും തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല അവർക്ക്. ഒരു എമ്പതി എന്ന് പറഞ്ഞ് ഫീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല.
നമ്മൾ മറ്റുള്ളവരുടെ ഫീലിംഗ് എന്താണ് അതിൽ നമ്മൾ നിലകൊള്ളുമ്പോഴാണ് നമുക്ക് എമ്പതി ഉണ്ടാവും. വെൻ ഐ ഫീൽ ഓക്കെ വാട്ട് ഈസ് ദ അതർ പേഴ്സൺ തിങ്കിങ്, ആ തോട്ട് പ്രോസസ്സിനൊപ്പം ഞാൻ നടക്കുമ്പോഴാണ് ഞാൻ എമ്പത്തറ്റിക് ആവും. നാർസിസ്റ്റുകൾക്ക് അങ്ങനെയില്ല. ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എമ്പതി ഫീൽ ചെയ്യാനുള്ള ടെൻഡൻസി അവർക്കില്ല. സോ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നതെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ നാർസിസ്റ്റായിട്ട് കാണുന്നതെന്നൊന്നും അവർ ബോധവടല്ല. ഞാനിതാണ്, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. അല്ല, ഇവർക്ക് സ്വയം അറിയാൻ പറ്റുമോ ഇവർ നാർസിസ്റ്റ് ആണെന്ന്? എൻ്റെ ഒരു അറിവിലില്ല. ഇല്ല. കാര്യം ഏതൊരു ഡിസോർഡറും അപ്പം നമുക്കൊരു അവയർനെസ് ഉണ്ട്. അപ്പം നമ്മൾ പൊതുവെ പറയും ഏതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവും അതിൻ്റെ ഫസ്റ്റ് ഹീലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ആ ഇഷ്യൂ ഉണ്ട് എന്ന് അറിയുന്നതില്ല. അവയർനെസ് ഈസ് 50% ഹീലിംഗ്. ബാക്കി 50% ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സൈക്കോതെറാപ്പികൾ. അപ്പം നാർസിസ്റ്റുകൾക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാവില്ല. ലൈക്ക് ഐ എം എ നാർസിസ്റ്റ് എന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവില്ല അവർക്ക്. ഫോർ ദം അവർ നോർമലാണ്. അവരുടെ നോർമൽസി എന്ന് പറയുന്നത് എല്ലാവരും എന്നെ വർഷിപ്പ് ചെയ്യണം, എല്ലാവരും എൻ്റെ കീഴിൽ നിൽക്കണം എന്നുള്ളതാണ് നാർസിസ്റ്റുകൾ തിങ്ക് ചെയ്യുന്നത്. ആ നാർസിസ്റ്റുകൾ ആ കാര്യത്തിൽ ഭയങ്കര ഇൻ്റലിജൻ്റ്. കാര്യം ഈ നാർസിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി ആളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറ്റുള്ളവരോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെയൊക്കെ എടുത്ത് നോക്കിയാൽ, ഡൊണാൾഡ് ട്രംപ് പൊതുവേ സൈക്കോളജിസ്റ്റുകളുടെ ഭാഷയിൽ ഒരു നാർസിസ്റ്റ് എന്നറിയപ്പെടും. ആളുടെ ഒരു എനർജി ലെവലുണ്ട്. ആൾ ആ ഫുൾ വേൾഡിനെ തന്നെ കൺട്രോളിൽ നിർത്തുമെന്ന് പറയുന്നത്. ആ സെയിം എനർജി ഫോം ഞാൻ പറഞ്ഞിട്ട് ഓരോ നാർസിസ്റ്റിനും ഉണ്ട്. പക്ഷേ അവർ ആ എനർജീനെ ചാനൽ ചെയ്തേക്കുന്ന ഒരു തെറ്റായ രീതിയിലാണുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ട് എല്ലാ നാർസിസ്റ്റുകൾക്കും ദേ ആർ വെരി വെരി എനർജറ്റിക് പീപ്പിൾ. ഓൺലി ഇഷ്യൂ ഇസ് ദാറ്റ് ആ എനർജി യൂസ് ചെയ്യുന്നത് തെറ്റായ അവന്യൂകളിലാണ് എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് മറ്റൊരാൾ നാർസിസിസ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കുക? അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ അവരുടെ ക്യാരക്ടർ ട്രേറ്റ്സ് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക? ഞാൻ നോക്കിയിട്ട് നാർസിസ്റ്റുകൾ എന്നും ഉണ്ടായിരുന്നു. പണ്ടുള്ള കാലം തൊട്ടേ ഉണ്ട്. നാർസിസം കൂടുതലും പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്, പക്ഷെ സ്ത്രീകളിലും ഉണ്ട്. നാർസിസ്റ്റുകൾ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ നാർസിസ്റ്റിൻ്റെ പാർട്ട്ണർക്ക് പൊതുവെ മനസ്സിലാവില്ല. അതിൻ്റെ കാരണം നാർസിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ്. ഇപ്പം ട്രോമ ബോണ്ടിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അവർ കുറച്ചു കാലം അവരുടെ നാർസിസ്റ്റിക് ട്രേറ്റ്സ് കാണിക്കും. പാർട്ട്ണറെ വല്ലാതെ ടോണ്ട് ചെയ്യുക, അബ്യൂസ് ചെയ്യുക, മെൻ്റലി ഫിസിക്കലി വെർബലി ഒക്കെ അബ്യൂസ് ചെയ്യും. പക്ഷേ എന്നാൽ ഈ നാർസിസ്റ്റിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട് ദാറ്റ് ഞാനിതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പാർട്ട്ണറിനെ വിട്ടിട്ട് പോകുന്നില്ല. അതവർക്കറിയാം. ഈ നാർസിസിസം എന്ന് പറയുന്നത് ഇവർ പുറത്ത് കാണിക്കുന്ന ഒരു ഷീൽഡാണ്. ഇവരുടെ ഉള്ളിൽ കരയുന്നൊരു കുട്ടിയുണ്ട്, സെൽഫ് എസ്റ്റീം പോയ കംപ്ലീറ്റ്ലി ഷാറ്റേഡ് ആയിട്ടൊരു കുട്ടിയുണ്ട്. ഈ കുട്ടിയെ പുറത്ത് എക്സ്പോസ് ചെയ്യാൻ അവർ തയ്യാറല്ല. ഈ കുട്ടീനെ ഈ നാർസിസ്റ്റുകൾ ഒരിക്കലും ഷെയിം പ്രോസസ്സ് ചെയ്യില്ല. മറ്റൊരു വ്യക്തി എന്നെ കളിയാക്കുന്നതോ എന്നെ ഷെയിം ചെയ്യുന്നതോ എനിക്കിഷ്ടമല്ല എന്നാണ്. അപ്പം എൻ്റെ ഉള്ളിലെ ആ കരയുന്ന കുട്ടിയെ ഒരാൾ ഷെയിം ചെയ്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ പുറത്തൊരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നാർസിസം. അപ്പോൾ ഈ നാർസിസ്റ്റിക് ട്രീറ്റ് അവർ കാണിച്ചുകൊണ്ടേയിരിക്കും സോ ദാറ്റ് അവരുടെ ഉള്ളിലെ ആ കുട്ടീനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ പാർട്ട്ണറെ ഞാൻ എൻ്റെ തനി സ്വഭാവം കാണിക്കുമ്പം അവർ നാളെ എന്നെ വിട്ടിട്ട് പോവുകയാണ്. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഉള്ളിലെ ആ കുട്ടി വീണ്ടും വീണ്ടും മുറിവേൽക്കുകയാണ്. ഐ കനോട്ട് ടേക്ക് അബാൻഡൻമെൻറ്റ്. സോ അവരെന്ത് ചെയ്യും? അത് ഒഴിവാക്കാൻ വേണ്ടി അവർ സ്നേഹം കാണിക്കാൻ തുടങ്ങും. ഇന്ന് ഉപദ്രവിക്കും, നാളെ സ്നേഹിക്കും, മറ്റന്നാൾ ഉപദ്രവിക്കും, വീണ്ടും സ്നേഹിക്കും. സോ ആ ഒരു റോളർ കോസ്റ്റർ റൈഡിലൂടെ ഒരു പാർട്ട്ണറെ കൊണ്ടുപോകും. അതിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. പാർട്ട്ണർ വിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമേ ട്രോമ ബോണ്ടിങ് ചെയ്യുന്നത്. എന്നാൽ ഈ ട്രോമ ബോണ്ടിങ്ങിന് ഇരയാകുന്ന പാർട്ട്ണർ നാർസിസ്റ്റിനെ ഉപദ്രവിച്ചു, അത് കഴിഞ്ഞ് പിന്നെ എന്നെ സ്നേഹിക്കുകയാണ്. ഈ ഒരു ഫേസിലൂടെ പോകുമ്പം ഈ ബ്രെയിനിനൊരു ടെൻഡൻസി ഉണ്ട് ദാറ്റ് ഈ നമുക്ക് ട്രോമ കോസ് ചെയ്യുന്ന കാര്യങ്ങളെ മറക്കാൻ ഒരു കാര്യമുണ്ട്. അതിന് ട്രോമാറ്റിക് അംനീഷ്യ എന്നൊക്കെ പറയും. ഇപ്പം കേട്ടിട്ടുണ്ടോ? ചിലർ ആക്സിഡൻറ്റിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് നടന്ന ആ സംഭവം അവർ മെമ്മറിയിൽ ഉണ്ടാവില്ല. ആ ഒരു ദിവസമേ അവർ ഓർക്കാറില്ല. അപ്പം അതുപോലെ ഈ കണ്ടിന്യൂസ് ഈ റോളർ കോസ്റ്റർ റൈഡിലൂടെ പോകുമ്പം പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ബ്രെയിൻ പതുക്കെ പതുക്കെ ഫേഡ് ചെയ്യും. അപ്പം നാർസിസ്റ്റിക് ആൾക്കാരുടെ പാർട്ട്നേഴ്സിനെ കുറച്ച് കഴിയുമ്പം ഇവർ കാണിച്ച സ്നേഹം മാത്രമേ ഇവർ ഓർക്കത്തുള്ളൂ. ഇവർ അബ്യൂസ് ചെയ്തത് അവരുടെ മൈൻഡിലേ ഇല്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാവില്ല ദേ ആർ ബീങ് അബ്യൂസ്ഡ്. അപ്പോൾ ഇവരിങ്ങനെ ആ റിലേഷൻഷിപ്പ് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇത് നാർസിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന വളരെ സക്സസ്ഫുൾ ഒരു ടെക്നിക്ക് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചില റിലേഷൻഷിപ്പ് നമുക്ക് പുറത്തുനിന്നുള്ള ആളുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
അതിൽ ഫുൾ അടിയും ബഹളവും ഭയങ്കര ടോക്സിറ്റിയാണ്. പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളിൽ നിൽക്കുന്ന രണ്ടുപേരും പറയും ഇല്ല അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് ഇന്ന് ബ്രേക്കപ്പ് ആവും നാളെ ബ്രേക്കപ്പ് ആവും വിചാരിക്കും. പക്ഷേ അവർ ആ റിലേഷൻഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന റീസൺ അങ്ങനെയാണ്. പലപ്പോഴും ഇപ്പൊ കുട്ടികൾ പോലും ചിലപ്പോൾ മനസ്സിലാവും എൻ്റെ ഫാദറോ എൻ്റെ മദറോ നാർസിസ്റ്റാന്ന് കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ പാർട്ട്ണർക്ക് മനസ്സിലാവില്ല. കാരണം ട്രോമ ബോണ്ടിങ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പാർട്ട്ണർ എടുത്ത്. ഇത് ഇവരുടെ ഒരു വളരെ സക്സസ്ഫുൾ ടെക്നിക്കാണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ന് കുറച്ചുകൂടെ നാർസിസ്റ്റിക് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നാർസിസ്റ്റുകളായ വ്യക്തികളുടെ പാർട്ട്നേഴ്സിന് മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് സോഷ്യൽ മീഡിയ ഇപ്പോൾ നാർസിസം എന്ന് പറയുന്നത് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. അപ്പം ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇന്ന് പലപ്പോഴും തെറാപ്പിക്ക് വരുന്ന പല ആൾക്കാർ, ഇപ്പം എസ്പെഷ്യലി സ്ത്രീകളൊക്കെ വരുമ്പോൾ യങ് ആയിട്ടുള്ളവർ വരും, 20s 30s പറയുമ്പോൾ ഐ സസ്പെക്ട് ദാറ്റ് മൈ ഹസ്ബൻഡ് ഈസ് നാർസിസ്റ്റിക് എന്ന് പറയും. ഇതൊരു 30-40 വർഷം മുമ്പ് അറിയില്ല. സോ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനത്തെ പല ഡിസോർഡേഴ്സും അവർ കണ്ടുപഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയത് കൊണ്ട് കുറച്ചുകൂടെ സൊസൈറ്റി ആസ് എ ലെവൽ ഹോൾ ബെറ്ററായി തുടങ്ങിയിട്ടുണ്ട്.